കലാഭവൻ മണിയുടെ മരണത്തിൽ ദുരൂഹതയേറുന്നു. മരണകാരണമാകാവുന്ന അളവിൽ മെഥനോൾ കണ്ടെത്തി. 45 മില്ലിഗ്രാം മെഥനോളാണ് കണ്ടെത്തിയത്. കേന്ദ്ര ലാബിലെ പരിശോധനയിലാണ് ഇക്കാര്യം അറിയാനായത്. വിവരങ്ങളുമായി CG ദിൽജിത്ത് തൃശ്ശൂരിൽ നിന്നും ചേരുന്നു. ദിൽജിത്ത്, വന്നിട്ടുള്ള പുതിയ റിപ്പോർട്ടുകൾ എങ്ങനെയാണ്? സുരരാജ്, കലാഭവൻ മണിയുടെ മരണം സ്വാഭാവിക മരണമാകാനുള്ള സാധ്യതകൾ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ മെഡിക്കൽ ബോർഡിന്റെ നിഗമനം ഉണ്ടായിരിക്കുന്നത്. മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ച് കേന്ദ്ര ഫോറൻസിക് ലബോറട്ടറിയിലെ പരിശോധനാ ഫലം പുറത്തുവന്നതോടുകൂടിയാണ് പോലീസ് മെഡിക്കൽ ബോർഡ് യോഗത്തിൽ അസ്വാഭാവിക മരണം എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത്. മരണകാരണമാകാവുന്ന അളവിൽ മണിയുടെ ശരീരത്തിൽ മെഥനോൾ എത്തിച്ചേരുന്നതായാണ് കേന്ദ്ര ഫോറൻസിക് ലബോറട്ടറിയിലെ പരിശോധനാ ഫലം. കാക്കനാട്ടെ ഫോറൻസിക് ലബോറട്ടറിയിൽ കണ്ടെത്തിയതിനേക്കാൾ ഇരട്ടിയിലധികം മെഥനോളാണ് കലാഭവൻ മണിയുടെ ശരീരത്തിൽ എത്തിച്ചേർന്നത് എന്ന് കേന്ദ്ര ഫോറൻസിക് ലബോറട്ടറിയിലെ പരിശോധനാ ഫലത്തിൽ നിന്ന് വ്യക്തമാകുന്നു. 15 മില്ലിഗ്രാം മെഥനോൾ ശരീരത്തിൽ എത്തിയെന്നായിരുന്നു കാക്കനാട്ടെ ഫോറൻസിക് ലബോറട്ടറിയിൽ കണ്ടെത്തിയത്. എന്നാൽ 45 മില്ലിഗ്രാമിലധികം വിഷമദ്യം മെഥനോൾ കലാഭവൻ മണിയുടെ ശരീരത്തിൽ എത്തിയെന്ന് റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നു. ഈ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മണിയുടെ മരണം സ്വാഭാവികമായിരിക്കില്ല എന്നൊരു നിഗമനത്തിൽ മെഡിക്കൽ ബോർഡും അതുപോലെ തന്നെ പോലീസും സംയുക്തമായി നടത്തിയ യോഗത്തിൽ നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. മണിയെ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ മെഥനോളിന്റെ അംശം കണ്ടെത്തിയിരുന്നു. മരണം സംഭവിച്ചതോടെയാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത്. തുടർന്ന് മണിയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കാക്കനാട്ടെ ഫോറൻസിക് ലബോറട്ടറിയിൽ ചെറിയ അളവിൽ മാത്രമാണ് മെഥനോൾ സാന്നിധ്യം കണ്ടെത്തിയിരുന്നത്. ഇത് ബിയർ കഴിച്ചത് മൂലം ശരീരത്തിൽ എത്തിയതാകാം എന്നായിരുന്നു പോലീസിന്റെ ആദ്യഘട്ടത്തിലെ നിഗമനം. വിഷമദ്യം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഔട്ട് ഹൗസായ പാടിയിൽ എത്തിയതായുള്ള കണ്ടെത്തൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ മണി ചാരായം ഉപയോഗിച്ചിരുന്നില്ല എന്നായിരുന്നു പോലീസിന്റെ ഭാഷ്യം. മണിയുടെ ശരീരത്തിൽ മെഥനോൾ എത്തിച്ചേരാനുള്ള സാധ്യതകളെ പറ്റി ആദ്യഘട്ടത്തിൽ അന്വേഷണം നടന്നെങ്കിലും യാതൊരു തരത്തിലുള്ള നിഗമനത്തിലും എത്തിച്ചേരാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. മരണകാലത്തിൽ മണിയുടെ മരണം സംഭവിച്ച് മാർച്ച് 6-നാണ് കലാഭവൻ മണിയുടെ മരണം സംഭവിക്കുന്നത്. മരണം സംഭവിച്ച 3 മാസം പിന്നിടുമ്പോഴും മരണകാരണം സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ മണിയുടെ ശരീരത്തിൽ അമിതമായി മെഥനോൾ മരണകാരണമായേക്കാവുന്ന അളവിൽ മെഥനോൾ എത്തിച്ചേർന്നു എന്നൊരു കണ്ടെത്തൽ പുറത്തു വരുന്നത്. ഇത് മരണത്തിന്റെ ദുരൂഹതകൾ വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. സുരരാജ്, ശരി. CG ദിൽജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത് തൃശ്ശൂരിൽ നിന്നും. മറ്റു വാർത്തയിലേക്ക്. കൊച്ചി മെട്രോ പദ്ധതി 2017 മാർച്ചിൽ പൂർത്തിയാകുമെന്ന് DMRC മുഖ്യ ഉപദേഷ്ടാവ് E. ശ്രീധരൻ. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി മെട്രോയുടെ നിർമ്മാണ പുരോഗതി അദ്ദേഹം മുഖ്യമന്ത്രിയെ അറിയിച്ചു. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വിഷയമായത്? എന്താണ് അദ്ദേഹം പറഞ്ഞത്? സുരരാജ, കൊച്ചി മെട്രോ റെയിലിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് DMRCയുടെ മുഖ്യ ഉപദേഷ്ടാവായ E. ശ്രീധരൻ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത്. പദ്ധതിയുടെ ഇതുവരെയുള്ള പുരോഗതി അദ്ദേഹം ദൃശ്യങ്ങൾ സഹിതമാണ് മുഖ്യമന്ത്രിയെ കാണിച്ചത്. അതുപോലെ തന്നെ ഇനി എത്ര ദൂരം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അതിൽ പൊതുമരാമത്തിന്റെ ഒരു ഇടപെടൽ ആവശ്യമുണ്ട് സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ പൊതുമരാമത്ത് മന്ത്രിയുമായും E. ശ്രീധരൻ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് 2017 മാർച്ചിൽ തന്നെ കൊച്ചി മെട്രോ പദ്ധതി യാഥാർത്ഥ്യമാക്കും, ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അക്കാര്യം മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയെന്നാണ് E. ശ്രീധരൻ പ്രതികരിച്ചത്. മോണോ റെയിലിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല. മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹവുമായി പദ്ധതിയെ സംബന്ധിച്ചുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. അദ്ദേഹത്തെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് മടങ്ങുന്നതെന്നും E. ശ്രീധരൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ശരി, സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. LNG പൈപ്പ് ലൈൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഗെയിൽ ചെയർമാൻ BC ത്രിപാഠി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. പദ്ധതിയുടെ ഭാഗമായുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ചർച്ച. പദ്ധതിയുടെ സുരക്ഷ, നടപ്പാക്കിയാൽ കേരളത്തിനുണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്നിവയെല്ലാം ചർച്ചാ വിഷയമാകും. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിൽ ചിലയിടങ്ങളിൽ എതിർപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ പോലീസ് ആസ്ഥാനത്ത് ഇന്ന് ഉന്നതതല യോഗം ചേരും. DGP മുതൽ ജില്ലാ പോലീസ് മേധാവിമാർ വരെ പങ്കെടുക്കുന്ന യോഗത്തിൽ സ്ത്രീ സുരക്ഷയുൾപ്പെടെയുള്ള വിഷയങ്ങളും പോലീസ് നയവും ചർച്ചാ വിഷയമാകും. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായാണ് പിണറായി വിജയൻ പോലീസ് ആസ്ഥാനത്തെത്തുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് അധ്യക്ഷത വഹിക്കാനെത്തുന്ന ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കും. DGP മുതൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് വരെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർക്കാരിന്റെ പോലീസ് നയം പ്രധാന ചർച്ചാ വിഷയമാകും.
സ്ത്രീ സുരക്ഷ, ക്രമസമാധാന പ്രശ്നങ്ങൾ, ആധുനിക രീതിയിലുള്ള കുറ്റാന്വേഷണ സംവിധാനം, കേസന്വേഷണത്തിലെ കാലതാമസം, പോലീസ് ഉദ്യോഗസ്ഥരുടെ സമീപനം തുടങ്ങിയവയും മുഖ്യമന്ത്രി ചർച്ചയിൽ കൊണ്ടുവരും. ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പക്ഷപാതിത്വം പുലർത്താൻ പാടില്ലെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നൽകും. കേസന്വേഷണത്തിലെ കാലതാമസം ഒഴിവാക്കുന്നതിന് കർശന നിർദ്ദേശം യോഗത്തിലുണ്ടാകും. പൊതുജനങ്ങളോടുള്ള പോലീസിന്റെ സമീപനത്തിൽ മാറ്റം വരുത്തുന്ന കാര്യവും വാഹന പരിശോധന ഉൾപ്പെടെയുള്ളവയിൽ പോലീസ് സ്വീകരിക്കുന്ന നിലപാടുകളും നിയമം നടപ്പാക്കുന്നതിലെ കാലതാമസവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വൈകുന്നേരം 3 മണിക്കാണ് യോഗം. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോടികൾ മുടക്കി നിർമ്മിച്ച കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങൾ ചോർന്നൊലിക്കുന്നു. OP വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടവും സ്റ്റെറിലൈസേഷൻ വിഭാഗം കെട്ടിടവുമാണ് ചോർന്നൊലിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് ഉടൻ അന്വേഷിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. 540 കോടി രൂപ ചെലവിൽ തൊഴിലാളികളുടെ പണം ഉപയോഗിച്ച് പാരിപ്പള്ളിയിൽ ESI കോർപ്പറേഷൻ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ചോർന്നൊലിക്കുന്നത്. ഭിത്തിയിലൂടെയും പടിക്കെട്ടുകളിലൂടെയുമാണ് മഴക്കാലത്ത് ചോരുന്നത്. പടിക്കെട്ടുകളിൽ വെള്ളത്തിൽ ചവിട്ടി കാൽവഴുതി വീഴാതിരിക്കാൻ ബേസ് ബോർഡ് നിരത്തിയ നിലയിലാണ്. മാർബിൾ പതിപ്പിച്ച ഭിത്തിയിലും നനവ് കാണാം. മെഡിക്കൽ കോളേജിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടങ്ങളിൽ ലാബ്, അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, സ്റ്റെറിലേഷൻ വിഭാഗത്തിലും OPയിലും വരെ ചോർച്ചയുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് കെട്ടിടത്തിനുള്ളിൽ പാലരുവിക്ക് സമാനമാണ് ചോർച്ചയെന്ന് ചില ജീവനക്കാർ പറയുന്നു. ലിഫ്റ്റിനുള്ളിൽ വരെ വെള്ളം ഒഴുകിയതിനെ തുടർന്ന് ലിഫ്റ്റിന്റെ പ്രവർത്തനവും താറുമാറായി. നിർമ്മാണ മേൽനോട്ടത്തിന് എഞ്ചിനീയർമാരും ക്വാളിറ്റി കൺട്രോളർ വരെ ഉണ്ടായിട്ടാണ് കെട്ടിടത്തിന്റെ ഈ ശോചനീയ അവസ്ഥ. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. നിർമ്മാണത്തെ സംബന്ധിച്ച് നിർമ്മാണത്തിൻ്റെ അപാകതയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പോരായ്മ. 540 കോടി രൂപയാണ് ESI കോർപ്പറേഷന് വിനിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. എല്ലാ കെട്ടിടങ്ങളും ഇന്നിപ്പോൾ ചോർന്നിരിക്കുകയാണ്. രോഗികൾക്കോ ഓഫീസോ മറ്റോ ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ കെട്ടിടം താറുമാറായി കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ തട്ടിപ്പാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. വലിയ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട്. MP ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇതിൻ്റെ പങ്കിനെ സംബന്ധിച്ചുൾപ്പെടെ അന്വേഷണം നടത്തേണ്ടതാണ് എന്നാണ് CPIM ആവശ്യപ്പെടുന്നത്. അതേസമയം ചോർച്ചയെക്കുറിച്ച് ESI മൗനം പാലിക്കുകയാണ്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജിഷ വധക്കേസിൽ ബംഗ്ലാദേശ് സ്വദേശിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. പ്രത്യേക സംഘം മുർഷിദാബാദിൽ തുടരുകയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ദേഹപരിശോധന ഇന്നും തുടരുകയാണ്. ജിഷ കൊല്ലപ്പെട്ട ദിവസം പെരുമ്പാവൂരിലുണ്ടാവുകയും പിന്നീട് ഒളിവിൽ പോവുകയും ചെയ്ത ബംഗ്ലാദേശ് സ്വദേശിയെ തേടിയാണ് അന്വേഷണ സംഘം മുർഷിദാബാദിൽ തുടരുന്നത്. ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾക്കൊപ്പം താമസിച്ചിരുന്നതിനാൽ ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മുർഷിദാബാദിൽ നിന്ന് അറിയാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ജിഷ കൊല്ലപ്പെട്ട ദിവസവും തലേന്നുമായി ജിഷയുടെ നമ്പറിലേക്ക് 9 മിസ്ഡ് കോളുകൾ ഇയാളുടെ നമ്പറിൽ നിന്ന് വന്നതായി പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ വ്യക്തിക്ക് ജിഷയുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് പോലീസ് ഉറപ്പിക്കുന്നത്. അതോടൊപ്പം പെരുമ്പാവൂരിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ദേഹപരിശോധന നടന്നുവരുന്നുണ്ട്. ജിഷയുമായുള്ള ബലപ്രയോഗത്തിനിടെ കൊലയാളിക്ക് മുറിവേറ്റതായി അന്വേഷണ സംഘത്തിന് വ്യക്തത ലഭിച്ചിരുന്നു. അതിനാൽ പരുക്കോ മുറിവുകളോ ഉണ്ടോ എന്ന് തിരിച്ചറിയാനാണ് ദേഹപരിശോധന തുടരുന്നത്. ജിഷയുടെ അമ്മ രാജേശ്വരിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. ഇവർ മാനസികാസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതിനാൽ പിന്നീട് വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനിടെ ജിഷയുടെ പിതാവ് പാപ്പുവിനെ താൻ രഹസ്യമായി പാർപ്പിച്ചിരിക്കുകയാണ് എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് പൊതുപ്രവർത്തകൻ ജോമൻ പുത്തമ്പുരയ്ക്കൽ വ്യക്തമാക്കി. ജിഷ വധക്കേസിൽ കോൺഗ്രസ് നേതാവ് PP തങ്കച്ചനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും തങ്കച്ചൻ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉടൻ ഉയർത്തണമെന്ന് തമിഴ്നാട്. ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ജയലളിത ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ മുഖ്യമന്ത്രി ജയലളിതയോട് ആവശ്യപ്പെട്ടിരുന്നു. മുല്ലപ്പെരിയാറിനൊപ്പം കാവേരി നദീജല വിഷയത്തിലും കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നും തമിഴ്നാടിന് 2.11 ലക്ഷം കോടി സാമ്പത്തിക സഹായം വേണം എന്ന ആവശ്യങ്ങളും ജയലളിത ഉന്നയിക്കും. NDA പ്രവേശനം സംബന്ധിച്ചും ഇന്ന് BJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയാവും. കാസർഗോഡ് വാഹനാപകടത്തിൽ മരിച്ചവരുടെ സംസ്കാരം ഇന്ന് നടക്കും. ഇന്നലെ പള്ളിക്കരയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 6 പേരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ മരത്തിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ചേറ്റുകുണ്ട് സ്വദേശികളായ ഖൈറുനീസ, ഫാത്തിമ, സക്കീന, ഷാനിറ, സജീർ, റംസീന എന്നിവരാണ് മരിച്ചത്. 6 മാസം പ്രായമായ പിഞ്ചുകുഞ്ഞ് ഗുരുതര നിലയിൽ ചികിത്സയിലാണ്. ഫ്ലോറിഡ ആക്രമണത്തിന്റെ ഞെട്ടൽ മാറാതെ അമേരിക്കയുടെ ഹൃദയം തകർന്ന ദിനമെന്ന് പ്രസിഡന്റ് ഒബാമ പറഞ്ഞു. എന്നാൽ അക്രമി ഒമർ സാദിഖ് മാറ്റിന് IS-മായി ബന്ധമുള്ളതിന്റെ വ്യക്തമായ തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്നും
വെടിവെക്കുമ്പോൾ അയാൾ IS അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്നും ഒബാമ പറഞ്ഞു. സംഭവത്തിൽ മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് എത്തുന്നത്. പാരീസിൽ ഈഫൽ ടവറിലെ വിളക്കുകൾ അണച്ച് മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. മാധ്യമപ്രവർത്തക അനുശ്രീ പിള്ള അന്തരിച്ചു. 28 വയസ്സായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മലയാളം പോർട്ടലായ സമയം.comന്റെ സീനിയർ കോപ്പി എഡിറ്ററായിരുന്നു. ഇന്നലെ രാത്രി പത്തനംതിട്ട ചുങ്കപ്പാറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർ ചികിത്സയ്ക്കായി കോഴഞ്ചേരിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പത്തനംതിട്ട ജില്ലയിലെ ചുങ്കപ്പാറ ചാലപ്പള്ളി സ്വദേശിനിയാണ്. കേരള വിഷൻ, ജയ്ഹിന്ദ്, ഇന്ത്യ വിഷൻ, TV ന്യൂസ് ചാനലുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ബുധനാഴ്ച നടക്കും. നാദാപുരം തൂണേരി വെള്ളൂരിലെ ഷിബിൻ വധക്കേസിൽ കോടതി നാളെ വിധി പറയും. 2015 ജനുവരി 22-നായിരുന്നു നാദാപുരത്തെ DYFI പ്രവർത്തകൻ ഷിബിനെ മുസ്ലിം ലീഗ് ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. നാദാപുരത്ത് DYFI പ്രവർത്തകൻ ഷിബിനെ മുസ്ലിം ലീഗ് ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ആഴ്ചയാണ് അതിവേഗ കോടതിയിൽ വിചാരണ പൂർത്തിയായത്. കേസിൽ ആകെ 66 സാക്ഷികളെ വിസ്തരിച്ചു. 151 രേഖകളും 55 തൊണ്ടിമുതലുകളും കോടതി പരിശോധിച്ചു. നാദാപുരത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകരായ തെയ്യമ്പാടി ഇസ്മയിലും സഹോദരൻ മുനീറും ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയവും വർഗീയവുമായ കാരണങ്ങളാൽ ഷിബിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഷിബിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 6 പേർക്കും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 1 മുതൽ 11 വരെയുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്നും 12 മുതൽ 17 വരെയുള്ള പ്രതികൾ മറ്റുള്ളവരെ രക്ഷപ്പെടാനും ഒളിവിൽ കഴിയാനും സഹായിച്ചുവെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കൊലപാതകം, വധശ്രമം, മാരകായുധം കൊണ്ട് പരിക്കേൽപ്പിക്കൽ, കലാപമുണ്ടാക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2016 ഏപ്രിൽ 16-നാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോൺഗ്രസ് നേതാവ് K. സുധാകരന്റെ ചെയ്തികൾക്കെതിരെ വാർത്താസമ്മേളനം നടത്തി പ്രതികരിക്കുകയും പരാതിപ്പെടുകയും ചെയ്തതിന്റെ പേരിൽ ആക്രമണത്തിന് വിധേയനായി ഏറെക്കാലം ചികിത്സയിലായിരുന്ന പുഷ്പരാജൻ മരിച്ചു. അവസാനകാലം പരസഹായത്തോടെ കഴിഞ്ഞ പുഷ്പരാജൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-നു വേണ്ടി പ്രചാരണത്തിനും ഇറങ്ങിയിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളിയായ പുഷ്പരാജന് നേരെ 2003 സെപ്റ്റംബർ 24-നാണ് വധശ്രമമുണ്ടായത്. പയ്യാമ്പലത്തേക്ക് ഓട്ടോറിക്ഷ ട്രിപ്പ് വിളിച്ച് 4 പേർ ഇരുമ്പ് തെണ്ണുകൊണ്ട് ഇരുകാലുകളും തല്ലിയൊടിക്കുകയായിരുന്നു. റിക്ഷ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. സഹോദരി ഷർമിളയെ മന്ത്രിയായിരുന്ന K. സുധാകരൻ കടത്തിക്കൊണ്ടുപോയി ചെന്നൈയിൽ രഹസ്യഭാര്യയാക്കി വെച്ചിരിക്കുകയാണെന്ന് 2003 ആഗസ്റ്റ് 19-ന് പുഷ്പരാജൻ വാർത്താസമ്മേളനം വിളിച്ച് തുറന്നു പറഞ്ഞതിന് തുടർച്ചയായാണ് ആക്രമണമുണ്ടായത്. വർഷങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞ പുഷ്പരാജൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിക്കടക്കം പരാതിയും നൽകിയിരുന്നു. 92 മുതൽ സുധാകരന്റെ അടുത്ത അനുയായിയായിരുന്ന പുഷ്പരാജൻ 13 വർഷം DCC അംഗവുമായിരുന്നു. K. സുധാകരന്റെ കണ്ണൂർ കോൺഗ്രസ് ആധിപത്യം പുഷ്പരാജനെയും പാർട്ടിയിൽ നിന്നകറ്റി. സുധാകരന് വളരെയധികം നേട്ടമുണ്ടാവുകയും ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി 1978-ന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഒട്ടേറെ ത്യാഗം ചെയ്ത കോൺഗ്രസിൻ്റെ നേതാക്കളെയും പ്രവർത്തകന്മാരെയും മാനസികമായി തകർക്കുകയും ശാരീരികമായ പീഡനമേൽപ്പിക്കുകയും ചെയ്ത ഒരാൾ എന്നല്ലാതെ വേറെ ഒന്നും സുധാകരനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ നേതാവിനെക്കുറിച്ച് പറയാനില്ല. പരസഹായത്തോടെ കഴിയേണ്ടി വന്ന അവസാനകാലം പുഷ്പരാജൻ LDF-നായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ഇറങ്ങിയിരുന്നു. പുഷ്പരാജന്റെ മൃതദേഹം നാളെ 10 മണിക്ക് പയ്യാമ്പലത്ത് സംസ്കരിക്കും. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പുതിയ ഉത്തരവിറക്കി NGO അസോസിയേഷൻ നേതാവിന് UDF സർക്കാരിന്റെ കാലത്ത് അനർഹമായ സ്ഥാനക്കയറ്റം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റിന് ഗസറ്റഡ് പദവി നൽകാനാണ് ഖജനാവിന് നഷ്ടം വരുത്തി ആരോഗ്യവകുപ്പ് പുതിയ ഉത്തരവിറക്കിയത്. 2015 ഡിസംബറിലാണ് NGO അസോസിയേഷൻ നേതാവിനെ ഗസറ്റഡ് റാങ്കിലേക്ക് ഉയർത്താൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പുതിയ ഉത്തരവിറക്കിയത്. കരസേനയിലെ സേവനവും സെക്യൂരിറ്റി അസിസ്റ്റന്റായി 5 വർഷം പ്രവൃത്തി പരിചയവുമുള്ള വ്യക്തിക്കാണ് സെക്യൂരിറ്റി ഓഫീസറായി സ്ഥാനക്കയറ്റം നൽകുക. എന്നാൽ അസോസിയേഷൻ നേതാവിന്റെ സ്ഥാനക്കയറ്റത്തിനായി 5 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമില്ലെന്നും SSLCയും കരസേനയിലെ സേവനവും മാത്രം മതിയെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയത്. അനർഹമായ സ്ഥാനക്കയറ്റത്തിന് ആരോഗ്യവകുപ്പ് കൂട്ടുനിന്നതോടെ ഖജനാവിന് വൻ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയലുകളുടെ നാടെന്നറിയപ്പെടുന്ന വയനാട്ടിൽ വർഷം തോറും നെൽകൃഷി കുറയുകയാണെന്നാണ് കണക്കുകൾ. അരനൂറ്റാണ്ട് മുൻപ് 30,000 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് 9,000 ഹെക്ടറിലും താഴെയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2,000 ഹെക്ടറോളം സ്ഥലത്തെ നെൽകൃഷി കർഷകർ ഉപേക്ഷിച്ചു. നെൽകൃഷി പ്രോത്സാഹന പരിപാടികളും മറ്റും നടക്കുമ്പോഴും ജില്ലയിൽ ഓരോ വർഷവും നെൽകൃഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായാണ് കണക്കുകൾ.
1970-കളിൽ വയനാട്ടിൽ 30,000 ഹെക്ടർ സ്ഥലത്ത് കർഷകർ നെൽകൃഷി ഇറക്കിയിരുന്നു. 2015 ആയപ്പോൾ അത് 8,630 ഹെക്ടർ സ്ഥലത്തു മാത്രമായി കുറഞ്ഞു. 2014-ൽ 9,200 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷിയുണ്ടായിരുന്നു. കൃഷിവകുപ്പിന്റെ കണക്കുപ്രകാരം ജില്ലയിലെ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 326 പാടശേഖര സമിതികളാണുള്ളത്. നെൽകൃഷി ചെയ്യുന്ന കർഷകരുടെ എണ്ണം 19,569 ആണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം നഞ്ചകൃഷി ചെയ്തവരിൽ കുറവുണ്ട്. 1,730 ഹെക്ടർ സ്ഥലത്തു മാത്രമാണ് കഴിഞ്ഞ വർഷം നഞ്ചകൃഷി നടന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി നടക്കുന്നത് നൂൽപ്പുഴ പഞ്ചായത്തിലാണ്, 1,074 ഹെക്ടർ സ്ഥലത്ത്. ഇക്കാലയളവിൽ ഇവിടെയും നെൽകൃഷിയിൽ കാര്യമായ കുറവുണ്ടായി. കൃഷിവകുപ്പും സർക്കാരും കാര്യമായ പ്രോത്സാഹന പരിപാടികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ വയൽനാടായ വയനാട് നെൽകൃഷി ഉൽപ്പാദനത്തിൽ അതിന്റെ പ്രതാപകാലത്തെ മാത്രം ഓർമ്മിക്കേണ്ടി വരും. നെല്ലിന്റെ താങ്ങുവിലയും സംഭരണവും പ്രോത്സാഹന പദ്ധതികളും കാര്യക്ഷമമാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്.